angel, you move with us. Bright and white are you, angel? Oh, angel, you move with us. Bright and white are you, angel? Oh, angel, you move with us. നല്ലത് പറയും മാലാഖ നന്മകൾ ചെയ്യും മാലാഖ നൽവഴി കാട്ടും മാലാഖ നല്ലൊരു തുണയൻ മാലാഖ നല്ലത് പറയും മാലാഖ നന്മകൾ ചെയ്യും മാലാഖ നൽവഴി കാട്ടും മാലാഖ നല്ലൊരു തുണയൻ മാലാഖ. Bright and white are you, angel? Oh, angel, you move with us. Bright and white are you, angel? Oh, angel, you move with us. കൂട്ടിനുണ്ടൊരു മാലാഖ കൺമണി പോലൊരു മാലാഖ എന്നുമെന്നും കാവൽ നിൽക്കും സെറാഫിനെന്നൊരു മാലാഖ. Bright and white are you, angel? Oh, angel, you move with us. Bright and white are you, angel? Oh, angel, you move with us. साथी है सराफिन सुंदर है उनकी आंखें चलते चलते हमके साथ सहारा देता है सदा. Bright and white are you, angel? Oh, angel, you move with us. Bright and white are you, angel? Oh, angel, you move with us. Serafin, 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 സമയം 3:15 ആയതേ ഉള്ളൂ. ഇനിയുമുണ്ട് 45 മിനിറ്റ്. അത് കഴിഞ്ഞേ ഈ ലൈബ്രറി പൂട്ടുകയുള്ളൂ. ഇന്നു ലൈബ്രറിയൻ വന്നില്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിലേ പിയൂൺ വന്ന് പൂട്ടുമ്പോൾ സമയം പിന്നെയും കഴിയും. കൊള്ളാം, നിങ്ങൾ എന്തോന്നാ മനുഷ്യ ഈ പറയുന്നത്? ലൈബ്രറിയൻ വന്നില്ലെന്നോ? അവർ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ട് പോയതല്ലേ ഉള്ളൂ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. കൂർക്കം വലിച്ചുറങ്ങുമ്പോ ആലോചിക്കണം. ഞാനോ? ഞാൻ കൂർക്കം വലിക്കുകയേ ഇല്ല. നിനക്ക് ആള് മാറിയതാകും. ഈ ലൈബ്രറിയിൽ ആകെയുള്ള എലി കുടുംബം നമ്മുടേതാ. മുതിർന്ന എലിയായിട്ട് നിങ്ങളല്ലേ ഉള്ളൂ. മക്കളെ, നിങ്ങളുടെ അമ്മ പറയുന്നത് ശരിയാണോ? ഞാൻ കൂർക്കം വലിച്ചോ? അതെ അച്ഛാ, അച്ഛൻ ഭയങ്കര കൂർക്കം വലിയാ. അച്ഛന്റെ കൂർക്കം വലി കാരണം ഞങ്ങൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. ചിലപ്പോൾ കൂർക്കം വലി കേൾക്കുമ്പോ ഞങ്ങൾക്ക് പേടിയാവും. പുലിയുടെ അലർച്ച പോലെ തോന്നും. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയരുത്. ഞാനെങ്ങനെ കൂർക്കം വലിക്കൊന്നുമില്ല.
കുട്ടികൾ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾ ഭയങ്കര കൂർക്കം വലിയാ കിട്ടുവാശാനെ. ഞാൻ പലതവണ പറയണമെന്ന് വിചാരിച്ചതാ. നിങ്ങളുടെ കൂർക്കം വലി കേട്ടിട്ട് എന്റെ പിള്ളേർ എപ്പോഴും പേടിക്കും. ഇളയവനാണെങ്കിൽ നിങ്ങളുടെ കൂർക്കം വലി കേട്ടാൽ ഉടൻ വാല് മുറിച്ചിട്ട് ഒരൊറ്റ ഓട്ടമാ പേടിച്ചിട്ട്. ചെറിയ കുട്ടിയാ, അവൻ ഇപ്പോഴേ ഇങ്ങനെ ചെറപറ വാല് മുറിച്ചോടിയാൽ അവന്റെ അവസ്ഥ എന്താകും? ഓ, ഇത് വലിയ കഷ്ടമായല്ലോ. ഞാൻ കൂർക്കം വലിക്കുമെന്നോ? ഞാനത് കേൾക്കുന്നില്ലല്ലോ. ഞാൻ കേൾക്കുന്ന കാര്യം മാത്രമേ വിശ്വസിക്കൂ. ഇത് നല്ല തമാശ. കേട്ടു നിൽക്കുന്ന നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ല. എടോ, നിങ്ങളെ ഭാര്യയെങ്കിലും വിശ്വസിക്കോടോ? അല്ല പിന്നെ. എന്താ ചെയ്യ? എന്നാലേ ഇനി ഞാൻ ഉറങ്ങുന്നില്ല. എന്താ പോരെ? ആ ഷെൽഫിൽ ഇന്ന് രാവിലെ ആരോ പുതിയ ചില പുസ്തകങ്ങൾ കൊണ്ടുവയ്ക്കുന്നത് കണ്ടു. നമുക്ക് ഇന്ന് ആ പുസ്തകങ്ങൾ ശരിപ്പെടുത്തണം. ജോബി, ജോളി, നിങ്ങൾ വരുന്നില്ലേ? ഞാൻ നിങ്ങളെ കാത്ത ഇത്രയും നേരം നിന്നത്. വരുന്നുണ്ട് ബക്രു. പുസ്തകം ഒന്ന് ഒതുക്കി വെച്ചോട്ടെ. അതെ അതെ, ഇവിടെ ഭയങ്കര എലിശല്യമാ. പുസ്തകം ഒതുക്കി വെച്ചില്ലെങ്കിൽ അത് എലി നശിപ്പിക്കും. അതാ എത്ര വിലയുള്ള പുസ്തകങ്ങളാണെന്നറിയാമോ? അതൊക്കെ ശരി തന്നെ. പക്ഷെ നമ്മൾ എന്തിനാ ഇങ്ങനെ ഈ പുസ്തകങ്ങളെ നോക്കുന്നത്? നമ്മുടെയൊന്നും അല്ലല്ലോ. ആര് പറഞ്ഞു നമ്മുടേതല്ലെന്ന്? നമ്മൾ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളല്ലേ. നമ്മുടെ സ്വന്തമല്ലേ ഈ സ്കൂളും. അതുകൊണ്ട് പുസ്തകങ്ങളും നമ്മുടേത് തന്നെ. അങ്ങനെ ഞങ്ങൾ കരുതിയിട്ടുള്ളൂ. എന്തായാലും വാ, നമുക്ക് പോകാം. ദേ വരുന്നു. ഇന്നത്തെ ശാപ്പാടിന് ഇവ മതി. ഞാൻ ഇവനെ കൊണ്ടുപോയി ശരിപ്പെടുത്തട്ടെ. അക്കളെ കുറച്ച് പുതിയ പുസ്തകം ഇന്നതേ ആ ഷെൽഫിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അല്ലേ? അതൊക്കെ കരണ്ടതിന് ശേഷം എത്തുമ്പോഴേക്കും നിങ്ങളുടെ അമ്മ ആ വണ്ടിനെ റെഡിയാക്കും. ഉറപ്പായും റെഡിയാക്കി വെച്ചിരിക്കും. നമുക്ക് പോകാം. വാ. നമ്മുടെ മക്കൾ മിടുക്കന്മാർ തന്നെയല്ലേ ജാനുക്കുട്ടി? അതെ അതെ, അവർക്ക് എന്റെ ബുദ്ധിയാ കിട്ടിയിരിക്കുന്നത്. അവർ മിടുമിടുക്കരാ. അയ്യോ, എന്നെ ഉറുമ്പ് കടിച്ചേ. അയ്യോ. അയ്യോ. ജോബി, ജോളി, നിങ്ങൾ ഇത്ര നേരത്തെ വരുമെന്ന് പറയാത്തതെന്താ? ഞാൻ വെറുതെ കിടന്ന് ഓടി. തളർന്നു. ക്വിസ് മത്സരത്തിന് പോകുന്നുണ്ട് ഞാൻ.
അതിനാൽ നേരത്തെ ലൈബ്രറിയിൽ ചെന്നിരുന്ന് വല്ലതും വായിച്ചു നോക്കാമെന്നു കരുതി. അതാ നേരത്തെ ഇറങ്ങിയത്. പക്രുവിന് പിന്നെ ലൈബ്രറിയിൽ വരുന്നതേ ഇഷ്ടമല്ലല്ലോ. അതാ ഞങ്ങൾ വിളിക്കാത്തത്. എങ്ങനെ ഞാൻ ഇഷ്ടപ്പെടും? അവിടെ മുഴുവൻ പൊടിയാണ്. പോരാത്തതിന് പാറ്റയുടെയും പല്ലിയുടെയും ശല്യവും എലികളുമുണ്ട്. എനിക്ക് പേടിയാ. എന്തായാലും നമുക്ക് വേഗം സ്കൂളിലേക്ക് പോവാം. വരൂ. ഞാൻ പറഞ്ഞില്ലേ ഇവിടൊക്കെ പ്രശ്നമാണെന്ന്. പൊടിയും മണ്ണും. ആരായിരിക്കും ഈ പുസ്തകങ്ങളൊക്കെ അലങ്കോലപ്പെടുത്തിയിട്ടിരിക്കുന്നത്? ആരായാലും മോശമായി പോയി. ആരായാലും വലിയ കഷ്ടമായി പോയി. നിങ്ങൾക്കെന്താ ആ കാര്യത്തിൽ ഇത്ര സംശയം? വലിയ തടിയൻ എലികളാ ഇവിടെയൊക്കെ ഉള്ളത്. ഇവിടെ ആരും വൃത്തിയാക്കില്ലല്ലോ. പഴയ പുസ്തകങ്ങൾക്കിടയിൽ പാമ്പും പഴുതാരയും വന്യമൃഗങ്ങളും ചിലപ്പോ കണ്ടേക്കാം. ഹോ, നോക്കുമ്പോ തന്നെ പേടിയാവുന്നു. ഞാൻ പറഞ്ഞില്ലേ ഈ ലൈബ്രറിയിൽ മനുഷ്യർക്ക് കേറാൻ കഴിയില്ല. നമുക്ക് പുറത്തേക്ക് പോവാം. കമ്പ്യൂട്ടർ ലാബിലേക്ക് പോവാം. അവിടെ ചെന്നാൽ ചിലതൊക്കെ പഠിക്കാൻ പറ്റും കൂട്ടുകാരെ. അത് ശരിയാ, സമ്മതിച്ചു. പക്ഷേ ഈ ലൈബ്രറിയുടെ അവസ്ഥ കണ്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ തോന്നുന്നില്ല. അതെ അതെ, എനിക്ക് സങ്കടം തോന്നുന്നു. അതെ, എനിക്കും. വാ, എനിക്കിത് കണ്ട് നിൽക്കാൻ ശക്തിയില്ല. നമുക്ക് പോവാം. നിൽക്കു പക്രു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? പിന്നെ ഈ ഭീകര ജീവികൾക്കിടയിൽ നമ്മൾ നിൽക്കണം. എന്നെ കൊണ്ട് പറ്റൂല. അതല്ല പക്രു, ഈ ലൈബ്രറിക്കുള്ളിലെ എലികളുടെ ആക്രമണം നമ്മൾ തടയണം. അതിനൊരു സൂത്രം കണ്ടെത്തണം. അതെ, നമുക്ക് ശേഷവും ഒത്തിരി പേർ ഈ ലൈബ്രറി ഉപയോഗിക്കാനുള്ളതല്ലേ? അതെ, ലൈബ്രറി എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിന്റെ ഭണ്ഡാരമാണ്. അത് നമ്മൾ സംരക്ഷിക്കണം. എന്നാ പിന്നെ എലികളെ തുരത്താൻ നമുക്കൊരാളെ നിയമിക്കാൻ പ്രിൻസിപ്പളോട് പറഞ്ഞാലോ? കൊള്ളാം. എന്നിട്ട് വേണം പ്രിൻസിപ്പാൾ സാർ ലൈബ്രറി പൂട്ടിയിടാൻ. അങ്ങനെയൊക്കെ ചെയ്യുമോ സാർ? അങ്ങനെയൊന്നും ചെയ്യില്ല ജോളി. ഇവൻ വെറുതെ പറയുന്നതാ. പ്രിൻസിപ്പൽ സാറിനോട് പ്രശ്നം പറയുന്നതിന് മുൻപ് നമുക്ക് 3 പേർക്കും കൂടി ഒരു സൂത്രം കണ്ടുപിടിക്കണം ഈ എലികളെ തുരത്താൻ. അതെ, നമ്മുടെ അനിയന്മാരും അനിയത്തിമാരും ഉപയോഗിക്കേണ്ട ലൈബ്രറി ആയത്. അതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നം നമ്മൾ തന്നെ പരിഹരിക്കണം. സമ്മതിച്ചു. പക്ഷെ എങ്ങനെ പരിഹരിക്കും? നമുക്ക് ഡിക്രൂസിനോട് ഒരു ഐഡിയ ചോദിച്ചാലോ? ഓ, അത് വേണ്ട. എന്നിട്ട് വേണം വല്ല കുഴപ്പത്തിലും ചെന്ന് ചാടാൻ. എന്നാൽ നമുക്ക് സെറാഫിനെ വിളിക്കാം. സെറാഫിനെ വിളിക്കാം. പക്ഷേ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമേ സെറാഫിനെ സമീപിക്കാവൂ എന്ന് സെറാഫിൻ പറഞ്ഞത് ഓർമ്മയില്ലേ? നമുക്ക് ആദ്യം ഒന്ന് ആലോചിക്കാം. കൂട്ടുകാരെ, ഇത്രയും നേരം ആലോചിച്ചില്ലേ? വല്ല സൂത്രവും കിട്ടിയോ? ഒരു സൂത്രവും കിട്ടിയില്ല. നിങ്ങൾ നന്നായിട്ടൊന്ന് ആലോചിച്ചു നോക്കൂ. വല്ല സൂത്രവും കിട്ടാതിരിക്കില്ല. അതെ, ഞങ്ങൾ ശരിക്കും ആലോചിക്കുന്നുണ്ട്. ശരിക്കും ആലോചിക്കൂ, നല്ലൊരു സൂത്രം കിട്ടും. കിട്ടിപ്പോയി, കിട്ടിപ്പോയി. എന്താ എന്താ പറയൂ. എന്തെങ്കിലും മികച്ച സൂത്രം വേണമെങ്കിൽ ഈ പക്രു തന്നെ വിചാരിക്കണം. എന്നെ സമ്മതിക്കണം. ഓ, സമ്മതിക്കാം. നീ ആദ്യം സൂത്രം എന്താണെന്ന് പറയ്. ഓക്കെ. ഈ ലൈബ്രറിയിലെ ശരിക്കുള്ള പ്രശ്നം എന്താണ്? എലികൾ. എലികളുടെ ശരിക്കുള്ള ശത്രു ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാം, പൂച്ചകൾ.
അപ്പൊ പിന്നെ ഒരു പൂച്ചയെ ഇവിടെ എത്തിച്ചാ പോരെ? ഈ ലൈബ്രറിയിലെ മുഴുവൻ എലികളെ അവൻ തുരത്തുമല്ലോ. ശരിയാണല്ലോ. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ പൂച്ചയും കൊണ്ടുവരാം. ബാക്കിയൊക്കെ അവൻ നോക്കിക്കോളും. ഈ പൂച്ചയെ ലൈബ്രറിക്കുള്ളിൽ അടച്ചിട്ടിട്ട് പോയാൽ നാളെ പ്രിൻസിപ്പൽ നമ്മളെ വഴക്കു പറഞ്ഞാലോ? ഇല്ല ജോബി, ഒരു നല്ല കാര്യത്തിനല്ലേ, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ നിങ്ങളെ പ്രിൻസിപ്പൽ വഴക്ക് പറഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്തെന്ന് തുറന്നു പറഞ്ഞാൽ മതി. അപ്പോൾ അദ്ദേഹത്തിനും എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ലൈബ്രറിയിലെ എലിശല്യം ഒഴിവാക്കാൻ നിങ്ങൾ കാണിച്ച കൗശലത്തെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്യും. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നമായെന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പോൾ നിങ്ങളുടെ സഹായത്തിന് സെറാഫിനെത്തും. അതിനാൽ നല്ലത് മാത്രം ചിന്തിക്കുക, നിങ്ങളുടെ ലക്ഷ്യം നിറവേറിടും. ഈ പക്രുവിനെ കാണുന്നില്ലല്ലോ. ബെല്ലടിച്ചിട്ട് കുറെ നേരമായി. ഇപ്പോൾ വരുമായിരിക്കും. ഇവൻ മിടുക്കനാണോ ബക്രു? എലികളെയൊക്കെ ഇവൻ തുരത്തുമോ? കൊള്ളാം, എന്തോന്ന് ചോദ്യമാ. ഇവനെ പോലെ മിടുക്കനായ പൂച്ച ഈ ജില്ലയിൽ വേറെയില്ല. ഇവൻ മിടുക്കനാ. ഇവൻ കാരണം എൻ്റെ വീട്ടിന്റെ പരിസരത്ത് പോലും ഒരു എലി പോലും വരില്ല. എന്നാ ശരി, ഇനിയിപ്പോ ഇവൻ എലികളെ തുരത്തട്ടെ, നമുക്ക് പോകാം. ഓ, എനിക്കാണെങ്കിൽ ചിന്തിക്കുമ്പോ തന്നെ ചിരി വരുന്നു. എന്താ കാര്യം ബക്രു? എലികളുടെയൊക്കെ ഒരു അവസ്ഥയെ. ഇനി എലികളൊന്നും ഈ ഭാഗത്തേക്ക് വരില്ല. എന്താ ഉറപ്പ്? എല്ലാം അവൻ നോക്കിക്കോളും. ബക്രു, എലികളൊക്കെ അതുപോലെ തന്നെ ഇവിടെയുണ്ടല്ലോ. നിന്റെ പൂച്ച എല്ലാത്തിനും തുരത്തുമെന്ന് പറഞ്ഞിട്ട് ഒന്നും നടന്നില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ചിലപ്പോൾ ഇത് വേറെ എലികളായിരിക്കും. കൂട്ടുകാരെ, ചിലപ്പോൾ ഇവൻ ക്ഷീണം കാരണം കിടന്നുറങ്ങി കാണും. നമുക്ക് ഒരവസരം കൂടി കൊടുത്താലോ? എന്താണ് ഫ്രണ്ട്സ് ഇവിടെ? ഏതായി പൂച്ച? ഇതാണോ പ്രശ്നം? ലൈബ്രറിയിലെ എലികളെ തുരത്തണം, അത്രയല്ലേ ഉള്ളൂ. അതിനെന്തിനാ ഈ പൂച്ച? അട്ടെ, ടെൽ മീ ഫ്രണ്ട്സ്, ഹൗ മെനി റാറ്റ്സ് ആർ ഹിയർ? ഒരു 5-6 എണ്ണം കാണും. അതെ, ആ 5 എലികളെയും തുരത്തണം, അത്രയല്ലേ ഉള്ളൂ. ഞാനേ ഒരു വലിയ എലിപ്പെട്ടി നിർമ്മിച്ചിട്ടുണ്ട്. വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചതാ. ഞാൻ അതിങ്ങ് പോയി കൊണ്ടുവരാം. നാളെ രാവിലെ വരുമ്പോഴേക്കും എല്ലാ എലികളും അതിനുള്ളിൽ കുടുങ്ങിയിരിക്കും.
അതിൽ മാജിക് ഫുഡ് വെക്കും. അത് വെച്ചാ പരിസരത്തുള്ള എല്ലാ എലികളും വേഗത്തിൽ വന്ന് എലിപ്പെട്ടിയിലേക്ക് കയറും. വർക്കൗട്ട് ആകുമോ പ്രൊഫസറെ? ഡെഫിനറ്റ്ലി, യു ക്യാൻ ട്രസ്റ്റ് മീ. എന്തായാലും സംഭവം നടന്നാൽ മതി. ഈ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ എലികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടണം. ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ. ഇറ്റ് വിൽ ഹാപ്പൻ. വെയിറ്റ് ആൻഡ് സീ. നിങ്ങൾ രാവിലെ വാ കൂട്ടുകാരെ. അപ്പോ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനൊരു ജീനിയസ് ആണെന്ന്. ഈ പൂച്ച കൂടി ഇവിടെ നിന്നോട്ടെ. എലികൾ പെട്ടിയിൽ കുടുങ്ങുന്നത് ഇവന്റെ ഈ പൂച്ച കാണട്ടെ. സോ വി ക്യാൻ മീറ്റ് ടുമാറോ ആഫ്റ്റർ അവർ മിഷൻ. ഓക്കെ? ഓക്കേ. ഒരു മാറ്റവുമില്ലല്ലോ. ഇന്നലത്തെ അതേ സംഭവം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സോറി ഫ്രണ്ട്സ്, ഇറ്റ്സ് ഹാവ് സം പ്രോബ്ലംസ്. നമുക്ക് നാളെ ശരിയാക്കാം. ഞാൻ പോകുന്നു. സീ യു. ഞാൻ ആലോചിച്ചെടുത്തോളം ഇനി ഈ പ്രശ്നം പരിഹരിക്കാൻ സെറാഫിന് മാത്രമേ സാധിക്കുള്ളൂ. അതെ, നമുക്ക് സെറാഫിനെ വിളിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. പ്രൈസ് ദി ലോർഡ് സെറാഫിൻ. എന്താ കൂട്ടുകാരെ? ഇതാണോ വലിയ പ്രശ്നം? ഇത് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. സന്തോഷമായില്ലേ കൂട്ടുകാരെ? ആ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. സ്കൂൾ കോമ്പൗണ്ടിനപ്പുറത്തെ പഴയ കെട്ടിടത്തിലേക്കാണ് ആ എലിക്കൂട്ടം പോയിരിക്കുന്നത്. അവിടെ അവർ സുഖമായി ജീവിക്കും. സന്തോഷമായി സെറാഫിൻ. വലിയ നന്ദിയുണ്ട്. കൂട്ടുകാരെ, എല്ലാവർക്കും ഉപയോഗപ്രദമായ രീതിയിൽ ഈ ലൈബ്രറി കാത്തു സൂക്ഷിക്കേണ്ടത് ഇനി നിങ്ങളുടെ കടമയാണ്. നിങ്ങളത് നിറവേറ്റുമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും സെറാഫിൻ. ഉറപ്പായും ഞങ്ങൾ ഈ ലൈബ്രറി സംരക്ഷിക്കും. വിജ്ഞാനത്തിന്റെ നിറകുടങ്ങളാണ് പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ലൈബ്രറികൾ വിജ്ഞാനത്തിന്റെ ഉറവിടങ്ങളും. അവയെന്നും സംരക്ഷിക്കപ്പെടണം.